കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ CPM-ലേക്ക് നോക്കിയിരിക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്രയാണ് യുവാക്കൾ, എന്തൊരു പ്രാധാന്യമാണ് അവർക്ക് CPIM നൽകുന്നത്. യുവാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന പാർട്ടിയാണ് CPM. പക്ഷേ കോൺഗ്രസിൽ യുവാക്കൾക്ക് പ്രാധാന്യം ലഭിക്കുന്നില്ല, അവർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. ഇതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതി ഉന്നയിച്ചത് KPCC ഓഫീസിൽ നടന്ന യോഗത്തിൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായ ദീപാദാസ് മുൻഷോടാണ്. യുവനേതാക്കളുടെ യോഗം വിളിച്ചു. എങ്ങനെയാണ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടത്, അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതേക്കുറിച്ചായിരുന്നു ദീപാദാസ് മുൻഷി യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതാണ്, വേണ്ടത്ര പരിഗണന പാർട്ടിക്കകത്ത് ലഭിക്കുന്നില്ല. മത്സരിക്കുന്നവർ സ്ഥിരമായി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. 5ഉം 10ഉം തവണയാണ് ഒരു നേതാവ് മത്സരിക്കുന്നത്. ഒരാൾ ഒരു സീറ്റിൽ മത്സരിച്ച് ജയിച്ചാൽ MP ആയിക്കോട്ടെ MLA ആയിക്കോട്ടെ, അവർ സ്ഥിരമായി ആ സീറ്റിൽ മത്സരിച്ചു കൊണ്ടേയിരിക്കും മരിക്കുന്നതുവരെ. തോറ്റാലും വീണ്ടും വീണ്ടും അവർക്ക് സീറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നു. സ്ഥിരമായി മത്സരിക്കുന്ന ആളുകളുടെ പട്ടിക വേണമെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. അത്രമാത്രം ഫെമിലിയറാണ്, പ്രശസ്തരാണ് അവർ എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കളോട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് CPM-ലേക്ക് നോക്കൂ എന്നാണ്. CPIM 2 തവണ മത്സരിച്ചവർക്ക് പിന്നീട് സീറ്റ് നൽകുന്നില്ല. അത് എത്ര മുതിർന്ന നേതാക്കളായാലും പുതിയ തലമുറക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു, പുതുതലമുറക്ക് ആവശ്യമായ പരിഗണന നൽകുന്നു. ഇതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പകുതി പേരും യുവാക്കളാണ്. അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിരന്തരം CPIM നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറക്ക്, ചെറുപ്പക്കാർക്ക് വലിയ പ്രാധാന്യം നൽകുന്നു, പരിഗണന നൽകുന്നു. എന്നാൽ കോൺഗ്രസോ എന്ന ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികളോട് ചോദിച്ചത്. അവർ പറയുന്നതിൽ കാര്യമുണ്ട്. 30-ാം വയസ്സിൽ മുഖ്യമന്ത്രി ആയ ആളാണ് AK ആന്റണി. യൂത്ത് കോൺഗ്രസുകാർ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ്. 30-ാം വയസ്സിൽ മുഖ്യമന്ത്രിയായ AK ആന്റണി പിന്നീട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹം ഓരോ കാലത്തും സ്ഥിരമായി നേതാവായി, MLA ആയി, മുഖ്യമന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി ഒക്കെ കേരളത്തിൽ ഉണ്ട്, ദേശീയ തലത്തിൽ ഉണ്ട്. ഇപ്പോഴും അദ്ദേഹം പ്രവർത്തക സമിതി അംഗമായി നിൽക്കുന്നു. പക്ഷേ അതിനുശേഷം AK ആന്റണിക്ക് ശേഷം പുതുതലമുറയ്ക്ക് അവസരം നൽകിയില്ല. വയസ്സന്മാരുടെ സംഘടനയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനോട് പറഞ്ഞ കാര്യങ്ങൾ ദേശീയ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് AK ആന്റണിയെ കുറിച്ചാണ്, അതിൽ പറയുന്നത് CPIM-നെ കുറിച്ചാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ച പ്രശ്നവും അതുതന്നെയാണ്. അതോടൊപ്പം ഈ യോഗത്തിലേക്ക് 2 പ്രധാനപ്പെട്ട യുവ നേതാക്കളെ ക്ഷണിച്ചില്ല. അത് എന്തുകൊണ്ട് എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ചാണ്ടി ഉമ്മനാണ്. മറ്റൊന്ന് CR മഹേഷാണ്. CR മഹേഷിനെയും ചാണ്ടി ഉമ്മനെയും മാറ്റി നിർത്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെ യോഗത്തിലേക്ക് ക്ഷണിച്ചത്, യോഗത്തിൽ അവരുടെ അഭിപ്രായം തേടിയത്. അത് എന്തുകൊണ്ട് എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്ഥിതി നോക്കിയാൽ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ് പറഞ്ഞതിൽ ഒരുപാട് കാര്യമുണ്ട്. വയസ്സന്മാരുടെ കേന്ദ്രമായി കോൺഗ്രസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് ചില മാറ്റങ്ങൾ ആലോചിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 3 തവണ തുടർച്ചയായി മത്സരിച്ചവർ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അത് വലിയ മാറ്റമാണ് മുസ്ലിം ലീഗിൽ ഉണ്ടാക്കിയത്. ആ മാറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കൂടി കൊണ്ടുവരുവാൻ ഇപ്പോൾ മുസ്ലിം ലീഗ് ആലോചിക്കുന്നുണ്ട്. എത്രമാത്രം നടപ്പാക്കാൻ കഴിയും എന്നത് മറ്റൊരു കാര്യമാണ്. കാരണം വലിയ സമ്മർദ്ദം മത്സരിച്ച് ജയിച്ച് MLA മാരിൽ നിന്ന് ഉണ്ടാകും എന്ന കാര്യം സംശയമേ വേണ്ട. പല രൂപത്തിൽ, പല രീതിയിൽ അവർ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തും. അതിനെ അതിജീവിച്ച് 3 തവണ തുടർച്ചയായി മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയാൽ സ്വാഭാവികമായും അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ മാറ്റമായിരിക്കും. പുതിയ ചെറുപ്പക്കാർക്ക്, യൂത്ത് ലീഗ് നേതാക്കൾക്ക്, MSF നേതാക്കൾക്ക് ഒക്കെ നിയമസഭയിലേക്ക് വരാൻ കഴിയും, മത്സരിക്കാൻ കഴിയും എന്നത് ചെറിയ കാര്യമല്ല. അതേ ഒരു രീതി കോൺഗ്രസിലേക്കും കൊണ്ടുവരണം എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എങ്കിലും അത് നടപ്പാക്കാൻ കഴിയണം എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അത് എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നത് മറ്റൊരു വലിയ പ്രശ്നമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നില്ല എങ്കിലും നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച്
കഴിയും. ഹൈക്കമാൻഡ് പട്ടിക പ്രസിദ്ധീകരിച്ചാൽ ചില അപസ്വരങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അത് പിന്നീട് അംഗീകരിക്കപ്പെടും. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയും. തുടർച്ചയായി 3 തവണ മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ട എന്ന്. ചില നേതാക്കൾക്ക് ഇളവ് കൊടുക്കാം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇളവ് കൊടുക്കാം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇളവ് നൽകാം. അങ്ങനെ ചില നേതാക്കൾക്ക്, പ്രധാനപ്പെട്ട നേതാക്കൾക്ക് 2, 3, 4 നേതാക്കൾക്ക് ഇളവ് നൽകാം. മറ്റുള്ളവർക്ക് കർശനമായി ഈ രീതി നടപ്പാക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വലിയ പങ്കാളിത്തം യുവജനങ്ങളിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഉണ്ടാകും. യുവജനങ്ങൾ കോൺഗ്രസിൽ നിന്ന് മുരട്ടിച്ചു പോകില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ആവശ്യം ഹൈക്കമാൻഡിന് മുന്നിൽ, കോൺഗ്രസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വെച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും നോക്കുന്നത് CPM-ലേക്കാണ് എന്നാണ്. CPM എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, CPM-ലെ നേതാക്കൾ ആരായി വരുന്നു, CPM എന്ത് തീരുമാനമെടുക്കുന്നു, ആ വഴിയിലൂടെ കോൺഗ്രസും സഞ്ചരിക്കണം. ഇതാണ് കോൺഗ്രസ് യുവ നേതാക്കൾ കോൺഗ്രസിന്റെ നേതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസിനും വഴികാട്ടിയായി CPM മാറുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ വഴികാട്ടിയായി CPM നേതാക്കൾ മാറുന്നു എന്നർത്ഥം. അത് അങ്ങനെ തന്നെയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ, നേരത്തെ UPA സർക്കാർ രൂപീകരിക്കുന്നതിൽ ഒക്കെ ഇടതുപക്ഷവും CPIM-ഉം സ്വീകരിച്ച നിലപാടുണ്ട്. ആ നിലപാട് ദേശീയ തലത്തിൽ തന്നെ ശ്ലാഘിക്കപ്പെട്ടതാണ്, വലിയ ചർച്ചയായതുമാണ്. ഇന്ന് കേരളം ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞത് പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ കേരളം ഇന്ത്യക്ക് മാതൃകയാണ് എല്ലാ തലത്തിലും. അത് വികസനത്തിന്റെ കാര്യമായാലും ഒരു മനുഷ്യൻ എന്ന രീതിയിലുള്ള ഒരാളുടെ, ഒരു വ്യക്തിയുടെ വളർച്ചയുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഇന്ത്യക്ക് മാതൃകയാണ് കേരളം എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴിതാ CPM-ഉം കോൺഗ്രസിനും മാതൃകയായി മാറുന്നു. കോൺഗ്രസിലെ യുവ നേതാക്കൾ CPM-ലേക്കാണ് നോക്കുന്നത്. അവർ ചെയ്യുന്നത് കണ്ടില്ലേ എന്ന്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസ് KPCC ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ യോഗം വിളിച്ചപ്പോൾ, യുവ നേതാക്കളുടെ യോഗം വിളിച്ചപ്പോൾ 2 നേതാക്കളെ മാറ്റി നിർത്തിയത് എന്തിന് എന്ന ചോദ്യം വളരെ വളരെ പ്രാധാന്യമുണ്ട്. അത് ചാണ്ടി ഉമ്മനാണ്, മറ്റൊന്ന് CR മഹേഷാണ്. എന്തുകൊണ്ട് ഈ 2 പേരെയും മാറ്റി നിർത്തി എന്നത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പോലെ നിൽക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു വിമർശനം കോൺഗ്രസ് നേതാക്കൾക്ക് ഇടയിലുണ്ടോ? കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ചുകൊണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നതും ഒക്കെ കോൺഗ്രസിനകത്ത് പുതിയ ഒരു ശാക്തിക ചേരി രൂപം കൊള്ളുന്നതിന്റെ ഭാഗമാണോ? ശശി തരൂരിനെ പിന്തുണച്ചുകൊണ്ടാണോ ചാണ്ടി ഉമ്മൻ മാറി നിൽക്കുന്നത്? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ കോൺഗ്രസിനകത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്ത് തന്നെ ആയാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് CPM തന്നെയാണ് അവരുടെ മാതൃക. അതുകൊണ്ട് തന്നെയാണ് ഈ യോഗത്തിൽ, ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ CPM-നെ നോക്കിപ്പഠിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനെ ഉപദേശിച്ചത്. അതോടൊപ്പം 30 വയസ്സിൽ മുഖ്യമന്ത്രിയായ AK ആന്റണിയെ കുറിച്ച് പറഞ്ഞതും, ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പക്വത വന്നിട്ടില്ല എന്ന് ആരോപിക്കുന്നവർ AK ആന്റണിക്ക് അന്ന് പക്വത ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ഉയർത്തുകയും ചെയ്യുന്നത്.